അതെ, എന്റെ ട്യൂഷൻ ക്ലാസ്സിലെ ഒരു കൊച്ചു കൊണ്ടുവന്ന് കുറച്ചൊക്കെ തന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാമി നല്ല മധുരം ആണോ? എനിക്ക് ഉണ്ടായി തരുമോ? മാമി ഉണ്ടാക്കി തന്നെ. ചൂടില്ല, കഴിച്ചു. നല്ല മണം. ഇത് കഴിച്ചിട്ട് ഇത് തുറന്നാ പോരെ? നല്ല ടേസ്റ്റ്. ഇഷ്ടപ്പെട്ടാ? തിന്നോ. ആ കൊച്ചു തന്നെ കാട്ടിലും കൊള്ളാം മാമി ഉണ്ടാക്കിയത്. നല്ല പരു. സാധാരണ ചിലപ്പോൾ ശർക്കര കൂടി പോകും, അല്ലെ അങ്ങനെയൊക്കെ ആവില്ല. ഇത് കറക്റ്റ് സൂപ്പർ. നീ കഴിക്കാൻ ഞാൻ പിന്നെ കഴിച്ചോളാം. കഴിച്ചോളാം കഴിച്ചോളാം. ഏട്ടൻ കഴിക്ക്. കഴിക്കടി ഇങ്ങോട്ട്. ഞാൻ കഴിച്ചോളാന്ന്. പിന്നെ കഴിയാ അങ്ങോട്ട്. പിന്നെ അങ്ങനെ വേണ്ട. എന്താ എന്താ ആരെങ്കിലും ഓടിച്ചാ? അല്ല എന്താ നമ്മുടെ ഇലയുടെ എന്തേ? അതിനായിരുന്നാ? പിന്നെ അതുണ്ട്. ഞാനവിടെ പണിഞ്ഞോണ്ടിരുന്നപ്പോ ശർക്കര പോലെ കൊതി വായിക്കട വന്നേ. തരാം തരാം തരാം. ഇന്നലെ എന്റെ വാങ്ങിച്ച 200 രൂപ ആദ്യം എന്താ? അത് പൈസ കിട്ടിയില്ല. കിട്ടി. എനിക്ക് കഥ കാണാൻ പറ്റുന്നുണ്ട്. പേപ്പർ ഒന്നും അല്ല. ആഹാ 200 മതി. അപ്പൊ 200 തന്നാലേ ഇയാളെ ഇലയുടെ തരത്തുള്ളൂ. അത്രേ ഉള്ളു. എന്ത് അട ഇവിടെയാണ് ഇരിക്കണം, അടുക്കളയില്. ആ ഇഡ്ഡലി കുട്ടകത്തിന്റെ അകത്ത് ഇരിപ്പുണ്ടേ. എന്റെ പൊന്നു, ഇതെന്തൊരു കൊതി. കാണുമ്പോ പണ്ട് പറങ്ങാണ്ടി കൊണ്ടെടുത്ത് സ്കൂളിനെടുത്ത് റെംലാത്താടെ ഇടയിൽ നിന്ന് ഇലയുടെ കാണിച്ച്. എന്താ എന്താ എന്റെ ഇലയുടെ അവിടെ ഇരിക്കണം. അതിനാണ് ഈ കിടന്ന് ഒച്ച ഇട്ടത്. എന്റെ പൊന്നോ, ഇതാ ഇലയുടെ. ഇതിലെവിടെ ഇലയുടെ? എവിടെ? അയ്യോ, ഇതിന്റെ അകത്തിരുന്ന ഇലയുടെ എവിടെ പോയി? എന്നോടാണോ ചോദിക്കുന്നത്? ഞാൻ ഇവിടെയായിരുന്നു വെച്ചത്. ഞാൻ എന്തോരം പാടുമായിട്ട് വട്ടക്കകത്ത് കയറിയത് പറിച്ചാന്നറിയോ? ഒരു ശകലം വെച്ചില്ലല്ലോ എനിക്ക്. എന്റെ അച്ചാച്ചനാണ് സത്യം. 3 എണ്ണം ഞാൻ ഇതിന്റെ അകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെവിടെ പോയി? എനിക്കറിയാം. തക്കുട് എടുത്തോണ്ട് പോയതാ. പിന്നെ അവൻ എടുക്കത്തൊന്നുമില്ല. അവന് ഞാൻ വയറ് നിറച്ചും കൊടുത്തതാ. അവൻ രാവിലെ വന്ന് എന്റെ അടുത്ത് പറഞ്ഞപ്പോഴേ അവന്റെ കൊതി ആ മുഖത്ത് കണ്ട്. ഇത് അവൻ കൊണ്ടുപോയി. അവൻ എടുത്തിട്ടാണ്. അല്ലെ അവൻ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് എടുത്ത് തിന്നുവോ? ഇവിടുന്ന് എടുത്തു കൊടുക്കാമല്ലോ. ആര്? കനം വെച്ചപ്പോ അവനോടുള്ള സ്നേഹം മൂത്തെടുത്ത് കൊടുത്തു. ഒരു ശകലം. ഇതിന്റെ അകത്ത് ഞാൻ 3 ഇലയുടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ കണ്ടായിരുന്ന? ഏട്ടനെങ്ങാനും എടുത്തത് തക്കുടിന് കൊടുത്താ? കൊടുത്തു. പിന്നെ അത് എവിടെ പോയി? നമ്മുടെ അടുക്കളയിൽ വന്ന് ആരാ എടുത്തോണ്ട് പോണത്? ഏട്ടന് ഞാൻ 3 എണ്ണം തന്നല്ലേ. ഇത് ഞാൻ അച്ചാച്ചന് വേണ്ടി മാറ്റി വെച്ചിരുന്നല്ലേ. അതെങ്ങനെ ഒരാൾക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന സാധനം എടുത്തു തിന്നത്? നമുക്ക് വേണ്ടി മാറ്റി വെച്ച എന്തെല്ലാം എടുത്ത് കഴിച്ചേക്കുന്നത്. എന്താ കുഴപ്പം? എന്നാലും പിന്നെ അവന് മാത്രമല്ല, നമുക്ക് കൊതിയുണ്ടല്ലോ. അച്ചാച്ചനും കൂടെ വേണ്ടിട്ടല്ലേ ഉണ്ടാക്കിയത്. അത് വേറെ ഉണ്ടാക്കി കൊടുക്കാൻ. സത്യമായിട്ട് എനിക്കിതിൽ പങ്കില്ല. എനിക്കറിയാം. മനപ്പൂർവ്വം കഴിക്കാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ എടുത്ത് മാറ്റി വെച്ചു. അല്ല കഴിച്ചു. കൊതി കൊണ്ട് കഴിച്ചു പോയതായിരിക്കും. എനിക്കല്ല കൊതി. സാറില്ല, ഞാനൊരു കാര്യം പറയട്ടെ. നാളെ ഞാൻ 5 എണ്ണം ഞാൻ ഉണ്ടാക്കി ഇവിടെ വെച്ചേക്കാം. സത്യമായിട്ടും ഇവിടെ വെക്കണ്ട. എന്റെ മുമ്പിൽ ഇല വെച്ച് അതിൽ മാവ് വെച്ച് തേങ്ങാപ്പീര വെച്ച് വേവിച്ച് എന്റെ മുമ്പിൽ വെച്ചായിരുന്നു. ഒറ്റപ്പാക്കിൽ ഇവിടെ നിന്ന് കഴിക്കും. ഓക്കെ, തരാം. ശരി. നല്ല ടേസ്റ്റ് ആയിരുന്നു.